ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്, യൂണിക്കാണ്. കല്യാണം അതുപോലെ തന്നെ യൂണിക് ആക്കാം. അപ്പം കല്യാണമല്ല, ഏതൊരു ഫംഗ്ഷൻ ആയാലും, ഇപ്പോൾ മാമോദിസ ആയാലും ഹോളി കമ്മ്യൂണിയൻ ആയാലും നിങ്ങളുടെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ ആയാലും അത് യൂണിക് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് തൊടുപുഴയിൽ വെങ്ങല്ലൂർ സിഗ്നലാണ് കേട്ടോ കാണുന്നത്. അവിടുന്ന് ജസ്റ്റ് കുറച്ചൊരു 10-20 അടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈപ്പാസ് റോഡാണ്. അപ്പോൾ വെങ്ങല്ലൂർ സിഗ്നലിൻ്റെ അവിടുന്ന് ബൈപ്പാസ് റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അൽസാലിയ വെഡ്ഡിങ് ഗാലറി. അവിടെയാണ് നമ്മുടെ കല്യാണം, നമ്മുടെ എന്തൊരു ഫംഗ്ഷൻ ആയാലും നമുക്ക് യൂണിക്. ഇങ്ങനെ ഫംഗ്ഷനൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ വീടൊന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായാലും നമുക്ക് ഇവരെ സമീപിക്കാം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാലോ, എന്താണ് ഇവർ ഇത്രയും വലിയ യൂണിക് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കയറി നോക്കിയാലോ. വാ. അൽസാലിയ വെഡ്ഡിങ് ഗാലറി ബൈ അരീന ജോമറ്റ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന വ്യക്തി അതായിരിക്കും. എന്തായാലും ആ വ്യക്തിനെ ഒന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് വരുമ്പോൾ എന്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നത്. ഇതാണോ നമ്മുടെ അരീന? എന്തായാലും നല്ല അടിപൊളി പേര്, അതുപോലെ അടിപൊളി സ്ഥലവും. ഈ മൈക്കൊന്നും വെക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വെഡ്ഡിങ് ഗാലറി എന്ന് പറയുന്നത് സംഭവം എന്താണെന്നൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റിലൊന്ന് പറഞ്ഞുതരാം. നമ്മൾ അസാലിയ വെഡ്ഡിങ് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഫ്ലോറൽ ആക്സസറീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് ബ്രൈഡൽ ബൊക്കെയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ബ്രൈഡൽ ബൊക്കേസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബൊക്കെ മാത്രമല്ല, ഒരു വെഡ്ഡിങ്, ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസത്തിന് വേണ്ട എല്ലാ ഫ്ലോറൽ ആക്സസറീസും നിങ്ങൾക്ക് നിങ്ങളുടെ തീമിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഈ ബ്രൈഡലിൻ്റെ കയ്യിൽ ബൊക്കെകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ കൊതിയായിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലരൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര യൂണിക് ആയിരിക്കും. അതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? ഇത് ഇവിടുന്ന് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ആണോ അതുപോലെ ഒറിജിനൽ ആണോ, അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഇല്ലേ. ഈ ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഇരിക്കുന്ന സംഭവം മൊത്തം നിങ്ങളുടെ ഡെമോ ആണോ? അതെ, ഇതെല്ലാം ഡെമോ ആണ്. ഇതിൽ നിന്ന് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പാറ്റേൺ നമുക്ക് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വരൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ തന്നെ പിടിക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഫ്ലവർ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംഭവം ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് തുടങ്ങാം അല്ലേ? നല്ല രസമുണ്ട് അല്ലേ കാണാൻ? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് സെറ്റ് ചെയ്ത് എടുക്കുവാണ്. ഓക്കെ, പിന്നെ ഈ ഇരിക്കുന്നത് ഒക്കെ ഡിഫറെന്റ് കളറാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഡ്രസ്സ് തീം അങ്ങനെയൊക്കെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾക്ക് വെഡിങ്ങിന് മൊത്തത്തിലൊരു തീം ഉണ്ടെങ്കിൽ ആ തീമിന് മാച്ചിങ് ആയിട്ട് നമ്മൾ ആക്ച്വലി ഒരു ഫ്ലോറൽ കൺസൾട്ടൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടം അനുസരിച്ച് അവർ കുറച്ച് റെഫറൻസുകളൊക്കെ തന്നാൽ അത് വെച്ചിട്ട് അവരുടെ ഡ്രസ്സിന് മാച്ചിങ് ആണോ നോക്കിയിട്ട് അവരുടെ വെഡ്ഡിങ് മൊത്തത്തിലൊരു കളർ തീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അത് ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് ഇപ്പൊ ബ്രൈഡൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ അത് കൂടാണ്ട് എന്തൊക്കെ ചെയ്യും. ഇപ്പൊ ഇത് ബ്രൈഡിന് കൈ പിടിക്കുന്ന ബൊക്കേസ് ഡിഫറെന്റ് ഷേപ്പിലുണ്ട്. ഇത് റൗണ്ട് ഷേപ്പുണ്ട്, ഹാൻഡ് ഉണ്ട്. ഈ റൗണ്ട് ഷേപ്പ്, ഹാൻഡ് ഷേപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കാണും കൂടി വേണം. എടുക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഇത് നമുക്കിപ്പം ഫ്ലവേഴ്സ്, ഫില്ലേഴ്സ്, ഇതൊരു ലാവണ്ടർ, വൈറ്റ്, പർപ്പിൾ തീമിൽ ചെയ്തിരിക്കണേ. അങ്ങനെ നമുക്ക് കളേഴ്സ് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു റൗണ്ട് തീം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഇതും റൗണ്ട് നമ്മൾ റൗണ്ട് ആണ്, പക്ഷേ ഇത് ടൂലിപ്സ് ആണ്. രണ്ടും മാറ്റമുണ്ട്. ഇത് ടൂലിപ്സ്, ഫ്ലവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, കളറിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇത് ഫ്ലവേഴ്സ് മാത്രമാണ്. ഇത് ഫ്ലവേഴ്സ് മിക്സ് ചെയ്തേക്കുന്നു, ഫില്ലേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് റൗണ്ടിലായി. അങ്ങനെ ഒരുപാട് ചൂസ് ചെയ്യാനായിട്ട് വെറൈറ്റീസ് ഇത്രയും അധികം അല്ലേ. ഇനി ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് വരുന്നത് കാസ്കേഡ് സ്റ്റൈലിൽ വരുന്നതാണ്. ഇതിലിപ്പോ നമ്മള് ഈ ഹാങ്ങിങ് എന്ന് പറയുന്നതിന് കാസ്കേഡ് ഓക്കെ. ഇത് നമ്മള് പിയോണീസ്, കാല ലിലീസ്, പ്രീമിയം ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. ഒരു പിങ്കിന്റെ ലൈറ്റ് ടു ഡാർക്ക് എന്നുള്ള ഒരു കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് ഗ്രീൻ ലീവ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആർട്ടിഫിഷ്യലാണ്. കണ്ടാലും ലൈറ്റ് വെയിറ്റ് ആണ്, ആർട്ടിഫിഷ്യൽ ആണ്. പക്ഷെ ഇത് നമുക്ക് ശരിക്കും ഫ്രഷിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ ഫ്രഷിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് മൊത്തം ആർട്ടിഫിഷ്യൽ ആണ്. ഇനി ഫ്രഷ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ? ഫ്രഷിൽ നമുക്ക് ഫംഗ്ഷന്റെ അന്നാണ് നമ്മൾ ഫ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർക്ക് ഏത് രീതിയിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം.
പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടാവും ഫ്രഷിൽ, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇപ്പം ആർട്ടിഫിഷ്യൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഫ്രഷ് ചെയ്യാകില്ല ചെയ്യും, പക്ഷെ അത് അന്നത്തെ ദിവസം മാത്രമേ ചെയ്യുള്ളൂ. അത് നേരത്തെ മുൻകൂട്ടി ചെയ്യാതെ എല്ലാവർക്കും അറിയുന്ന കാര്യം, എന്നാലും നമ്മളൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. എന്ന് വെച്ചാൽ മുൻകൂട്ടി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ കാർ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ്റെ അന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഒരു ആർച്ച് ആയാലും ശരി, നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ ഡെക്കറേറ്റ് ആയാലും അല്ലെങ്കിൽ ബ്രൈഡ് മെയ്ഡ് ആയാലും എങ്ങനെ ഏത് രീതി, ചെറിയ ഫ്ലവറുകൾ തൊട്ട് എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഈ സൈഡ് വരാണെങ്കിലോ, ഇതിപ്പോൾ നമ്മുടെ അടിപൊളി കുറച്ചുകൂടി കാസ്കേഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടി ലെങ്ത്. അപ്പൊ എത്ര ലെങ്ത് വേണമെങ്കിലും എത്ര ഇത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ റേറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. ഈ റേറ്റ് അറിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇപ്പം പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന സംഭവം പിന്നെ റെൻറ്റിന് കിട്ടൂട്ടോ, ആ കാര്യം ഞാൻ എന്തായാലും പറയാം. ഈ കസ്റ്റമൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ഫ്ലവേഴ്സും നമ്മുടെ തീമും നമ്മുടെ കളർ നോക്കിയിട്ടാണ് പറയുന്നത്. അതിനനുസരിച്ചിട്ട് റേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും അല്ലേ? ഓക്കെ. ഇനി കസ്റ്റമർ ഒരു ബഡ്ജറ്റ് പറയുവാണ്, ഞാൻ ഇത്ര രൂപയാണ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, ആ ബഡ്ജറ്റിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ഒരു കസ്റ്റമർ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ചെയ്തു കൊടുക്കും, അല്ല നമ്മളൊരു ഓവർ ബഡ്ജറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു സംശയം കൂടി ഉണ്ട്, എൻ്റെ സംശയമാണ്, അത് അവരുടെ ഉണ്ടാവും. ഇപ്പം ഈ ഇരിക്കുന്നത് മൊത്തം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്ര നാളും നമുക്ക് നിൽക്കും? അങ്ങനെ പെട്ടെന്ന് കേടാവും? ഒന്നും കേടാവില്ല, ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അതാണല്ലോ ഇവിടെ ഇത്രയും നാളായിട്ട് ഈ ഒരു സംഭവിക്കുന്നത്. ഇത് ജസ്റ്റ് ഡെമോ പീസ് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് പല രീതിയിൽ നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിങ്ങനെ നമ്മുടെ എത്ര വർഷം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും. നമ്മുടെ രൂപത്തിന്റെ തൊട്ടപ്പുറത്തിപ്പുറത്തേക്ക് നമ്മൾ വെക്കാറുണ്ട് മാലകള്, അതുപോലെ ബൊക്കെ, ഇതൊക്കെ സംഭവങ്ങളൊക്കെ വെക്കുക. അതൊക്കെ അടിപൊളി. മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ആകാംക്ഷ. ഇതൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ ഒരു ട്രെൻഡായി മാറിയത്. പക്ഷെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കല്യാണമായാലും ഏതൊരു ഫംഗ്ഷനിലും ഒരു ഡിഫറെൻറ്റ് യൂണിക്ക് തന്നെ ആക്കണത് നമ്മുടെ ഡ്രസ്സ് മാത്രമല്ല, നമ്മുടെ മേക്കപ്പ് സ്റ്റൈലോ ഹെയർ സ്റ്റൈൽ മാത്രമല്ല, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളും കൂടി അതിൽ പെടുന്നുണ്ട് അല്ലേ? ഇപ്പൊ എത്ര നാളായി നമുക്ക് ഇവിടെ? ഈ ഞങ്ങൾ 16 years ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. അതെയോ, നമ്മളറിയാൻ നേരം വൈകില്ലോ. അടിപൊളി. ഈ ഫ്ലവേഴ്സിന്റെ പേരുകളുണ്ട് അങ്ങനെ എന്തെങ്കിലും? എല്ലാ ഫ്ലവേഴ്സിന്റെ പേരുണ്ട്. കാല ലില്ലി, ടുലിപ്സ്, റോസസിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസ് ഉണ്ട്. ഓപ്പൺ റോസ്, ഗാർഡൻ റോസ്, അങ്ങനെ പിയോണീസ്, എല്ലാ ഫ്ലവേഴ്സ്, ലീഫ് എല്ലാം ഉണ്ട്. ഇത് കുറച്ച് യൂണിക്കാണ്. ഒന്ന് നമുക്ക് നോക്കിയാലോ? ഇതും കൂടി ഒന്ന് വയ്ക്കട്ടെ അവിടെ. അത് കുറച്ച് യൂണിക്കാണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് കൂടുതൽ വെറൈറ്റി ആണ്. ഇതിനെന്താ പറയുക? ഇത് ഫോം ടൈപ്പ് റോസ് ആണ്. അതിൻ്റെ ഒരു ബിഗ് സൈസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്രീൻ ഓർക്കിഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബ്ലൂവിൻ്റെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ വെഡിങ്ങിന് ഒന്നെങ്കിലും ബ്രൈഡ് ചൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പേസ്റ്റൽ ലൈറ്റ് ഷെയ്ഡ്, പിങ്ക്, പീച്ച്, അങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് നേരത്തെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് പുതിയ, കാരണം ബ്രൈഡിൻ്റെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്മറിയിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഫോട്ടോസിലൊക്കെ വരുമ്പോഴേക്കും എപ്പോഴും ആ ബൊക്കെ കൈപിടിച്ചിട്ടായിരിക്കുമല്ലോ ബ്രൈഡിനെ കാണാൻ. അപ്പോൾ ഓരോരുത്തരും യൂണീക്ക് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സിൽ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരും. ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. ഇതൊരു മിനിയേച്ചർ ചെറിയ ടൈപ്പ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ചെറുത് വലുത്, എത്ര വലുപ്പം എത്ര ചെറുത്, അതൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. ബഡ്ജറ്റ് നമ്മൾ പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. ഇതും അടിപൊളി. ഇത്തിരി ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ്സിൻ്റെ ഒരു മിക്സിങ് കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തായാലും ഇതൊന്നും എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിലത്തെ എല്ലാം ഒക്കെ ഇമ്പോർട്ടഡ് സംഭവങ്ങളാണ്, ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ഇനി ഇമ്പോർട്ടഡ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ റേറ്റ് കൂടും, അങ്ങനെയല്ല. ഇതിന് ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് അല്ലേ? അതെ. ഇനി ഇതൊക്കെ റെൻറ്റിന് കിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ റെന്റിന് കൊടുക്കും. അപ്പോൾ ഈ റെന്റിന് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എത്ര? നമ്മൾ 500 മുതൽ റെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാർട്ടിംഗ് റേറ്റ് 500 ആണ്. അത് എത്ര ദിവസത്തേക്കാണ്? നമുക്ക് തലേദിവസം നമ്മൾ ഫംഗ്ഷന്റെ തലേദിവസം എടുക്കാം, ഫംഗ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പോൾ ഒരു 3 days നമ്മൾ ഒരു ദിവസം റെന്റാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ. പിന്നെ ആർക്കെങ്കിലും കൊറിയർ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. എവിടെ വേണേലും. പക്ഷെ ഫ്രഷിന് അത് പറ്റൂല. കാരണം അത് ഫ്രഷിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടു ഡെക്കറേഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതെല്ലാം നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ഹൗസ് വാമിങ് വരുവാണ്, പുതിയ വീട് പണിതു. അപ്പം നമ്മൾ അവിടെ വന്ന് അവിടുത്തെ കണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ അവരുടെ ഒരു കളർ തീമിൽ അല്ലെങ്കിൽ ആ വീടിന് ചേരുന്ന രീതിയിൽ
ഫ്ലോറൽസ് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ വന്ന് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ കൺസൾട്ട് ചെയ്യണത് മാത്രമല്ല, അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലം കാണിച്ചു കൊടുക്കണം, നമ്മുടെ ഏരിയ കാണിച്ചു കൊടുക്കണം, നമ്മുടെ തീം പറയണം. ഇതൊക്കെ ഇവർ ഡയറക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരും അല്ലേ, വന്നിട്ട് അത് ഫുള്ളൊന്ന് മനസ്സിലിരുത്തി എല്ലാം പഠിച്ചു വെച്ചിട്ട് അതിനെ കുറിച്ചിട്ട് പിന്നെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സംഭവം പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു മെമ്മറി തന്നെ ആക്കി മാറ്റും. ജീവിക്കാന്ന് പറയില്ല ആ ഒരു ദിവസം, അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇതിനെ കുറിച്ച് ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു പുതിയ മോഡലാണ്. ഇതിപ്പോൾ നമുക്ക് റൗണ്ടും അല്ല കാസ്കേഡും അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്ത്, റൗണ്ടും കാസ്കേഡും മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കണേ. അപ്പോൾ ചിലർക്ക് ഒത്തിരി റൗണ്ട് വേണ്ട, എന്നാൽ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കിടക്കണം, അങ്ങനെ കൺസെപ്റ്റ് ഉള്ളവർക്കാണ് കുറച്ച് സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കാസ്കേഡിന്റെ പോലെ താഴേക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ഒരു മൾട്ടി കളർ മിക്സിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിന്റെയും കൂടെ ചേർന്ന് പോകുന്ന ഒരു എന്തായാലും എന്തായാലും വൈറ്റ് ഗൗൺ ഇടേണ്ട സമയം എൻ്റെ കഴിഞ്ഞു. അല്ല, ഓൾറെഡി പിള്ളേരൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ലുക്കൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അത് എടുക്കാണ് ബെറ്റർ. ഓക്കെ, അപ്പോഴാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ വൈറ്റ് ഗൗൺ വരുമ്പോഴേ അങ്ങനെ ഇതൊരെണ്ണം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയുണ്ട്, അതുപോലെ മിറർ ഉണ്ട്, നിങ്ങൾക്ക് ലൈവായിട്ട് വന്നിട്ട് തന്നെ നമുക്ക് വെച്ച് നോക്കിയിട്ട് അത് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിൽ ചെയ്യും. ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ ബൊക്കെ മാത്രമല്ല, ഇതും അത് ബൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒക്കെ എവിടെ ഇരിക്കുന്നത്? ഇതിൻ്റെ സംഭവം നമുക്ക് അപ്പുറത്തെ സൈഡാണ്. അതെന്തായാലും അതാ സ്ഥലത്ത് വെച്ചോളൂ. പിന്നെ രൂപ ഇരിക്കണ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. ഈ ബൈബിളുടെ സ്റ്റാൻഡും ഒക്കെ കൊടുക്കണത് തന്നെയാണോ? അല്ല, അത് നമ്മുടെ സ്വന്തമാണോ? അതൊന്നും ഇതിൽ പെടുന്നതല്ല. പക്ഷെ എനിക്ക് ആ ഒരു തീം കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇവിടെയും കുറച്ച് സംഭവങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തോളൂ. ഇത് നമ്മുടെ ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള പോക്കറ്റ് സ്ക്വയർ അല്ല, ഇത് ബട്ടണേഴ്സ് ആണ്. ഗ്രൂപ്പിന് നമ്മുടെ ബ്രൈഡൽ ബൊക്കയുടെ മാച്ചിങ് ആയിട്ടുള്ള തീമിലാണ് സാധാരണ സെറ്റ് ചെയ്യാറ്. നമ്മൾ കുറച്ച് സാമ്പിളുകൾ ചെയ്ത് വെച്ചേക്കണേണ്. ഇങ്ങനെ പിൻ അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഗ്രൂമിന്. അപ്പൊ നമുക്ക് ബ്രൈഡിന്റെ സെയിം ആ ഒരു ബൊക്കയുടെ കോമ്പിനേഷനിലാണ് നമ്മൾ ഇതെല്ലാം. അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അങ്ങനെ ചെയ്തു? നമ്മൾ ഓൾറെഡി പാറ്റേൺസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് പാറ്റേൺസ് അത് പറയുമ്പോൾ ചെറുതായിട്ട് മതിയല്ലോ, അല്ലെ വലിയ സിമ്പിളായിട്ട് മതിയല്ലോ, വലിയ ആർഭാടമൊന്നും വേണ്ടല്ലോ. കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്, ഇതൊന്ന് വെച്ച് കൊടുക്കട്ടെ. സെറ്റ് അല്ലേ? ഓക്കെ, അതിൻ്റെ ഭംഗി അവിടെ നിൽക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ക്രൗൺസ്, ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹെയർ ക്രൗൺ, ഇത് ബ്രൈഡിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് മന്ത്രകോടി ചേഞ്ച് ചെയ്യുമ്പോൾ മന്ത്രകോടിയുടെ കളർ തീമിലേക്ക് സെറ്റ് ചെയ്യാം. ബ്രൈഡിന് മാത്രമല്ല, നമ്മുടെ ബ്രൈഡ്സ് മെയ്ഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡിൻ്റെയൊക്കെ അമ്മമാർക്കൊക്കെ അവർക്ക് ഒന്നുമില്ലല്ലോ, അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് മുടിയിലേക്ക് ഒന്ന് വെക്കാനായിട്ട് അവരുടെ സാരിയുടെ ഒക്കെ ഒരു കളർ തീമിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ കല്യാണം പെണ്ണിൻ്റെ കാര്യം അല്ലെങ്കിൽ ബ്രൈഡ് മെയ്ഡ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഫ്ലവറുകളുടെ കുറിച്ചിട്ട് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇവിടെ അമ്മേരെ കാര്യം വരെ ചിന്തിച്ചു. അമ്മേനെ വരെ വെറുതെ വിടൂല. അതാണ്, അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ അതുപോലെ ഈ ഇരിക്കുന്നതൊക്കെ ഒരു ബൊക്കെ, ഇതൊക്കെ നമ്മുടെ ഇത് റിസ്റ്റ് ബാൻഡാണ്. ബ്രൈഡ്സ് മെയ്ഡ്സിന് അല്ലെങ്കിൽ ഫ്ലവർ ഗേൾസിനൊക്കെ ബൊക്കെ ഒന്ന് പിടിക്കണ്ട, ജസ്റ്റ് ഒരു തീമിൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം. നമുക്ക് ആ ഒരു കല്യാണം കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. അപ്പൊ പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ. ഇത് ബ്രൈഡ്സ് മെയ്ഡ്സിന്. ഓക്കെ മെയ്ഡ്സിനാണ്. ഓക്കെ, അതാ ഇവിടെ ഇരിക്കുന്ന കുറേ സംഭവം ആയിട്ടുള്ള സൈസിൽ നമുക്ക് ചെയ്യാം, ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് കളർ തീമിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സാമ്പിൾ മാത്രമാണ്, സാമ്പിൾ മാത്രം. പിന്നെ ഇവരുടെ പേജിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വേറെയും പുതിയ ഡിസൈൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഇത് ബൊക്കേരെ വിശേഷം അവിടെ തീരുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ നിർത്താണ്. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും എനിക്ക് കുറെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് വെൽക്കം ക്യാൻഡിലാണ്. നമ്മുടെ ബ്രൈഡിനെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ കൊടുക്കുന്ന ക്യാൻഡിലാണ്. ഇത് സാധാരണ നമ്മൾ മന്ത്രകോടിയുടെ ഒരു കളർ തീമിലാണ് സെറ്റ് ചെയ്യണം. ഇത് ഡിഫറെൻറ്റ് ക്യാൻഡിൽ തന്നെ ചെയ്യാം, ഫ്ലവറോട് കൂടി ചെയ്യാം. ഇതുപോലത്തെ സ്റ്റാൻഡുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, അക്രിലിക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു പേരൊക്കെ വേണമെങ്കിൽ. ഒരു സംശയം, ഇപ്പൊ അവിടത്തെ പറയുമ്പോ റെന്റ് എന്നാ പറഞ്ഞ ബൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. വൺ ടൈം ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ആ ഡൗട്ട് ക്ലിയർ ചെയ്യില്ല. അല്ല, ചിലര് അത് കേട്ടിട്ട് അതും റെന്റിന് മേടിക്കാൻ പറ്റും. അപ്പൊ മെഴുതിരി അല്ലെങ്കിൽ ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞ സംഭവം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ആ ഒരു ഫ്രഷ് കഴിഞ്ഞു. അപ്പൊ അത് ചെയ്തെടുക്കണം. അത് കൈയോടെ മേടിച്ചു കൊണ്ടുപോകണം. അതിനൊരു വേറെ ഇതില്ല. പക്ഷെ സ്റ്റാൻഡ് നമുക്ക് കൊടുക്കാം.
ഈ സ്റ്റാൻഡ് വേണമെങ്കിൽ നമുക്ക് റെന്റിന് കൊടുക്കാം അല്ലെ, ബാക്കി ക്യാൻഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഇനി ഇത് വരുന്ന മന്ത്രകോടി ഹോൾഡറാണ്, സാരി മടക്കി. ഇത് ഞാൻ പറഞ്ഞ സാരിയിൽ ഇട്ടെടുക്കണം. സാരി ഉണ്ടോ? സാരി ഇവിടെ പിങ്കിൻ്റെ ഇവിടെ. അതെ, മന്ത്രോടി സെറ്റ് ചെയ്തു. ഇനി പെണ്ണിനെ മാത്രം മതി. ഒക്കെ റെഡിയാണ് ഇവിടെ, ഫുൾ സാമ്പിളോട് കൂടിയിട്ടാണ്. അടിപൊളി. അപ്പൊ ഇത് ആക്ച്വലി ഒരു സാമ്പിൾ പർപ്പസ് ആണ്. ഇതിലേക്ക് ഈ കളർ മാച്ച് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് നമ്മുടെ എന്താ കളർ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഫ്ലവേഴ്സ് വരുന്നത് അല്ലെ. ഏതാ കളർ എന്നുള്ളത്, ഏത് മന്ത്രകോടിയുടെ കളർ ഏതാണോ ആ കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കളർ കോമ്പിനേഷനിൽ സെറ്റ് ചെയ്തിരിക്കണ അതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ സംഭവമൊക്കെ റൗണ്ട് തന്നെ, പക്ഷെ അതിൽ ഫ്ലവേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് റെന്റ് ആണ്. റെന്റ് അല്ലാത്തത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ കാര്യം മറക്കരുത് അല്ലെ, കസ്റ്റമൈസിന്റെ കാര്യം. ഇത് ഇങ്ങനെ അല്ലാണ്ട് ഇപ്പൊ ഈ ട്രേ സംഭവം ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊന്ന് പറയോ? ഇത് വെഡിങ് ബോക്സ് ആണ്. ഇതെന്തായാലും ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ബാക്കി പിന്നെ എടുക്കാം. ഇത് വെഡിങ് ബോക്സ് ആണ്. ഇതൊക്കെ ഇപ്പോൾ വരുന്ന 3-in-1 ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ സാരി വെക്കാം, ഇവിടെ താലി, റിങ് എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ഒരെണ്ണത്തിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇത് വരുമ്പോഴത്തേനും ഇതിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ടോപ്പ് ഗ്ലാസ് ഓപ്പൺ ആണ്, അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ശരി. ഓക്കെ. ഇതൊക്കെ റെന്റ് അല്ലേ? ഇതൊക്കെ റെന്റിനാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈഡിന്റെ ഗ്രൂമിന്റെ പേരൊക്കെ നമുക്കിങ്ങനെ പേരല്ല ഇത് അല്ല, ഇതിപ്പോ പേരല്ല, പക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് ഓൾവേസ് ആൻഡ് ഫോർ എവർ എന്നുള്ള രീതിയിലാണ്. ഇതല്ല, ഇനിയിപ്പോ എന്റെ പേരോ ഹസ്ബൻഡിന്റെ പേരോ അല്ലെങ്കിൽ മീൻസ് കല്യാണം ഡേറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു തുറന്നു വരുമ്പോൾ എന്ത് രസമായിരിക്കും കാണാൻ. ഹിസ് ഹെർ അല്ലേ. അപ്പോൾ നമുക്ക് റിങ് വെക്കാം. അതിപ്പോൾ കല്യാണത്തിൻ്റെ അന്നല്ല, നമുക്ക് എൻഗേജ്മെന്റിന് വേണമെങ്കിലും ഇത് യൂസ് എൻഗേജ്മെന്റിനായാലും അങ്ങനത്തെ ഒരു പർപ്പസിനൊക്കെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പക്ക തേക്കിൻ്റെയാണ്. ടീക്കൂഡ് ആകുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. അതെല്ലാവർക്കും അറിയാം, ഫർണിച്ചറിൻ്റെ ഒരു ഇതാകുമ്പോൾ. പക്ഷേ ഇത് റെൻറ്റിനാകുമ്പോൾ നമുക്ക് അത്ര റേറ്റ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇനി ഫുൾ വുഡിലുണ്ട്, ടോപ്പ് ഫുള്ള് സ്റ്റോർ ചെയ്യാവുന്ന രീതി. ഓക്കെ, നേരത്തെ ഗ്ലാസ്സിലായിരുന്നു. ഇത് നമുക്ക് വുഡിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ പിന്നെ ഈ ഫ്ലവേഴ്സ് ഇരിക്കണത് നോക്കണ്ട, വീണ്ടും പറയാം, കസ്റ്റമൈസ്. അപ്പം അങ്ങനെ കുറേ മോഡൽസ് ഇരിക്കുന്നുണ്ടല്ലേ ഇവിടെ. ബോക്സ് ടൈപ്പ് വേണ്ടാന്നുള്ളവർക്ക് പ്ലെയിൻ ട്രേസ് ആയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ട്രേ ടൈപ്പും വരുന്നുണ്ട്. ഞാൻ 2-3 മോഡൽസ് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മൾ കാണിക്കുന്നു. അല്ലാത്തത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ വരുന്നത് അതും റിങ് വെക്കണത്. അതൊന്ന് കാണിച്ചോ, നല്ല രസമുണ്ടല്ലോ. ഇത് ഒരു വെറൈറ്റി ആണ് അല്ലേ. ഇതിപ്പോൾ രണ്ടാൾക്കുള്ളത് ഉണ്ടാവും അല്ലേ? രണ്ടാൾക്കും വെക്കാം. ഓക്കെ, അടിപൊളി. രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഈ ഒരു ഫ്ലവർ ഡിഫറെന്റ് ഏറ്റവും റീസെന്റ് ആയിട്ട് 2026 ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ചെയ്തു പോകുന്ന ഇപ്പോൾ പേൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പേഴ്സ് ബൊക്കയുടെ മോഡലിൽ സെറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്രൈഡൽ ബൊക്കയാണ് ഇതിന്റെ ട്രെൻഡ്. ഇതിപ്പോ നമുക്ക് കല്യാണത്തിന്റെ അന്ന് തന്നെ വേണമെന്നില്ല കേട്ടോ, എൻഗേജ്മെന്റിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ കുറച്ച് ഡിഫറെന്റ് യൂണിക് ആയിട്ട് നമുക്ക് നിൽക്കാനുള്ളൊരു അടിപൊളി. ഈ ഇതൊക്കെ എന്താ പേര് വേണ്ടത് ഇതിന്? ഇത് പേഴ്സ് മോഡലിൽ ചെയ്തേക്കണ ബ്രൈഡൽ ബൊക്കെയാണ്. അല്ല, ഫ്ലവേഴ്സ്. ഇത് കാല ലിലീസ്, റോസസ്, സ്നാപ് ഡ്രാഗൺ, ഹൈഡ്രാഞ്ചിയാസ്, ടൂലിപ്സ്, ഓർക്കിഡ്സ്. കുറെ ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എന്തോരം പേരുകൾ വരുന്നുണ്ടല്ലേ, ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് പേഴ്സ് ടൈപ്പ്. ഗ്രേറ്റ്. ഇനി നമുക്ക് ഇത് നമുക്ക് കാറിലേക്ക് വെക്കണ സംഭവം. ഇത് കാറിൽ വെക്കുന്ന കാർ ഡെക്കറേഷൻ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ സെറ്റ് ചെയ്ത് കാറിന്റെ. ഇതിപ്പോ നമ്മുടെ ഇതിനനുസരിച്ച് സൈസ് മാറ്റാട്ടോ. ഇതിപ്പോ ഇത്ര വലുതാണെന്ന് നോക്കണ്ട, ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ കുറച്ച് നിറച്ച് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഡിപ്പെൻസ്. നമ്മുടെ എന്താണ് ഇഷ്ടം, നമ്മുടെ എന്താണ് ചോയ്സ്, അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇതും ഒരു ബൊക്കെ. നമ്മുടെ ലോട്ടസും ട്രഡീഷണലും മോഡേണും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ. ഇത് ലോട്ടസ് ആണ്. അപ്പോൾ ഓർക്കിഡ്സ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിന്റെ സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ ആണെങ്കിൽ സാരി വരുമ്പോഴേ നല്ല രസമായിരിക്കും. ഒരു പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ ഇപ്പൊ സാരീസ് ഒക്കെ ആണല്ലോ, അതിലേക്ക് അത് മാച്ചിങ് നമുക്ക് ചോയ്സ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഇവർ തരുന്നുണ്ട്. വന്നാൽ മതി അല്ലേ. പിന്നെ നമുക്ക് വരണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. നിങ്ങൾ വരണം എന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ത്രൂ പ്രോഡക്റ്റുകൾ, അതിൻ്റെ റേറ്റുകൾ, കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലൂടെ അത് കൺഫേം ചെയ്ത് നമ്മളിങ്ങനെ കളേഴ്സും അവർ സെലക്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ് അവരുടെ കളർ തീം അനുസരിച്ച് ആദ്യം നമ്മൾ ഫ്ലവേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് അവരെ കാണിച്ചു കൊടുക്കും. ആ ഫ്ലവേഴ്സ് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ലാതെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ മാത്രമല്ല, നമ്മൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ബ്രൈഡ് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ച്
റിലേറ്റീവ്സ് ഒക്കെ പോകുമ്പോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഒത്തിരി പേര്. ഓ ഗ്രേറ്റ്, അടിപൊളി കേട്ടോ. അങ്ങനെ ഒരു പക്ഷേ ഈ കൊറിയർ അയച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ഇത് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും അല്ലേ, കൊറിയർ എവിടെ വേണമെങ്കിലും. അതുപോലെ തന്നെ ഫ്രഷ് ഫ്ലവേഴ്സും അങ്ങനെ തന്നെ. പക്ഷെ അത് കൊറിയർ ഉണ്ടാവില്ല, അത് നമ്മൾ നേരിട്ട് തന്നെ പോയി നമ്മൾ അന്നത്തെ ദിവസം അത് സെറ്റ് ചെയ്ത് എടുക്കണ ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഉച്ചയാകുമ്പോഴേക്കാണല്ലോ ഈ കല്യാണമൊക്കെ. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് 4 മണി 5 മണിക്കൊക്കെ പോയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് കുറേ സംഭവങ്ങൾ കാണുന്നത്. ഇതെന്താ? ഇത് നമ്മുടെ ബ്രൈഡ്സ് മെയ്ഡ്സ്, ഫ്ലവർ ഗേൾസ്, അവരാണല്ലോ ഫംഗ്ഷനെ ഒന്ന് കളറാക്കുന്നത്. അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രൈഡ്സ് മെയ്ഡ്സ്, ഫ്ലവർ ഗേൾസിനൊക്കെ നമുക്കിതുപോലെ ബൊക്കേസ് ചെയ്യാം, ബഞ്ചസ് ആയിട്ടുള്ള ബൊക്കേസ് ചെയ്യാം. അതുപോലെ സെയിം കളർ തീം നമ്മൾ പറയുന്നതിനനുസരിച്ച് കളർ തീം ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് മതി. ഹെവി ആയിട്ട് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ബാസ്ക്കറ്റുകളാണ്, ഫ്ലവർ ഗേൾസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബാസ്ക്കറ്റുകൾ. ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബാക്കി ഇനി നമ്മുടെ കയ്യിലാണ് തീമും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള. അതിപ്പോ നമുക്ക് ഈ ബാസ്ക്കറ്റ് ടൈപ്പ് വരുന്നുണ്ട്, ട്രയാങ്കിൾ വരുന്നുണ്ട്, സ്ക്വയറിൽ വരുന്നുണ്ട്, റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇതാ ഏത് മോഡൽ വേണോ? റൗണ്ട്, ട്രയാങ്കിളിൽ തന്നെ 2 ഇതുണ്ട് അല്ലേ. ഇത് നമ്മൾ ചൂരല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്, മെറ്റല്. ഓക്കെ, ഇപ്പൊ 2-3 മോഡൽസ് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതും ബാസ്ക്കറ്റ് സെയിം ഇതിന്റെ തന്നെയാ വരുന്നത് അല്ലേ. പിന്നെ ഇതൊക്കെ ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഇതൊന്നും നോക്കാം. ഗാർലാൻഡ്സ് ആണ്. ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഗാർലാൻഡ്സ് എന്ന് പറയുമ്പോ മാലയ്ക്കാണോ പറയുന്നത്? മാല. നമ്മള് സാധാരണ മാല എന്നാ പറയാ, പക്ഷെ ഇവരുടെ വലിയൊരു ഭാഷയുണ്ടല്ലോ. ഗാർലാൻഡ്സ് ആണ്. ഇതിപ്പോ നമ്മൾ ഡിഫറെന്റ് കളർ ഷെയ്ഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം അവരുടെ തീം അനുസരിച്ച്. പള്ളിയിലെ ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കും ബ്രൈഡിനും ഗ്രൂമിനും കൊടുക്കുന്ന ഗാർലാൻഡ്സ്. ഇതിന്റെ ബൊക്കേസും ഉണ്ട്, 2 പെയർ ഗാർലാൻഡ്. ബൊക്കേസ് ഇതും കൂടി സെയിം ആ ഒരു കളർ കോമ്പിനേഷനിൽ ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അടിപൊളി. ഇനി കുറച്ച് ബൊക്കേസ് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സംഭവങ്ങളൊക്കെ. എന്തായാലും നമുക്ക് അവിടുത്തെ ബൊക്കയും കൂടി ഒന്ന് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മള് ഇത് നമ്മൾ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ്. അപ്പം നമ്മൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്ലവേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളേഴ്സ് കാണാനും സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ കളറുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഇത് റെന്റ് അല്ല, പക്ഷെ ഇത് ഇഷ്ടമുള്ളത് ഏതാ കളർ നമുക്ക് ചൂസ് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബൊക്കേസും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഒരുപാട് വെറൈറ്റീസ് ഓപ്ഷൻസ്. എനിക്ക് വയ്യത് ഒരു ഫ്ലവർ ഷോപ്പിൽ വന്ന ഒരു ഫീലിംഗ് ആണ് ഇത് വരുന്നത്. ഇതെന്താ സംഭവം? ഇത് വെഡിങ് അംബ്രലയാണ്. നമ്മൾ ബ്രൈഡിനും ഗ്രൂമിനും നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ അവരുടെ കളർ തീമിൽ നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കണുണ്ടപ്പോ ഒരെണ്ണം മാത്രം ഒന്നും വിചാരിക്കണ്ട, ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ വലുതും ചെറുതായിട്ടുള്ള പല സൈസസും അവൈലബിൾ ആണ് കേട്ടോ. ഇത് മിക്കതും വൈറ്റ് ആയിരിക്കും അല്ലേ അവര്? വൈറ്റില് പ്ലെയിൻ വൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ അവരുടെ കളർ തീമിലേക്ക് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കും. ഓക്കെ, ഈ ഫ്ലവേഴ്സ് അവരുടെ കളർ തീമിനനുസരിച്ച് അതുവരെ കസ്റ്റമൈസിങ് എന്ത് വേണമല്ലേ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി അവിടെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടു. ഈ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇരിക്കണത് ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ബ്രൈഡും ഗ്രൂമും എൻ്റർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ഹിയർ കംസ് ദ ബ്രൈഡ്, ഹിയർ കംസ് ദ ഗ്രൂം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കാനല്ല, ജസ്റ്റ് ഫ്രണ്ടില് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെ ഫ്രണ്ട്, ബ്രൈഡ് വരുന്നതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ അവർ പോകുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് അതെ. ഇതൊക്കെ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതും റെന്റ് ആണോ? ഇത് റെന്റിനുണ്ട്. പിന്നെ നമുക്ക് പേരൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ബ്രൈഡിന്റെ അല്ലെങ്കിൽ ഗ്രൂമിന്റെ പേരൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മൊത്തത്തില് കളർഫുൾ ആണ്. അതെ. ഇതെന്താ സംഭവം? ഇവിടെ കുറച്ച് മുടി കാണുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ ഹെയർ ആക്സസറീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കസ്റ്റമർക്ക് ഒന്ന് ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കിത് വെറുതെ നമ്മൾ ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് കാണിക്കുന്നതിനേക്കാളും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കളർ മനസ്സിലാവും, അതിന്റെ സൈസ് മനസ്സിലാവും, അതിനൊരു വേരിയേഷൻ മനസ്സിലാവും, എത്രത്തോളം ലെങ്ത് കൂടും കുറയും എന്നുള്ളത്. പിന്നെ ഇത് കൂടെ അമ്മേരെ കാര്യം പ്രത്യേകിച്ചും അമ്മമാര് ആന്റിമാര് അങ്ങനെയുള്ളത് പക്ഷെ ആരും വിടുന്നില്ല, നമ്മളെല്ലാവരും സെറ്റ് ആണെന്ന്. അപ്പൊ നമുക്ക് ഒരു വെഡിങ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെ സൈഡ് സെപ്പറേറ്റ് ഒന്നുമില്ല. ബ്രൈഡ് ഗ്രൂം ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഫ്ലോറൽ ആക്സസറീസും നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് വേറെ ഒരിടത്തും പിന്നെ അന്വേഷിച്ച് പോകണ്ട, നേരെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതും ഇങ്ങടേക്ക് എത്തണമെന്നോ ഒരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറയാം. ഫോൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൺസൾട്ടിങ് ഫോൺ 1 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ.
നമ്മുടെ സ്ഥലം വരുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലാണ്. ഓക്കെ. എത്ര മണി തൊട്ട് എത്ര മണി വരെ? രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിൽ 24 hours അവൈലബിൾ ആണ്. ഓക്കെ. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ എബ്രോഡുള്ള ക്ലയൻസ് ഒക്കെ മിക്കവാറും അവർക്ക് നമ്മുടെ ടൈം ഡിഫറൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് നമ്മുടെ നൈറ്റ് ടൈമിലായിരിക്കും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൺഡേ ടൈം? സൺഡേ ഷോപ്പ് ഓപ്പൺ അല്ല, ഷോപ്പ് നമ്മൾ സൺഡേ ക്ലോസ്ഡ്. പക്ഷെ നമുക്ക് ഫോൺ വിളിക്കാം, അതിന് ആരെ തടസ്സം പറയണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പേര് വരുന്നത് അസാലിയ വെഡിങ് എന്ന് പറയുമ്പോ അതിന്റെ മീനിങ് എന്താ? അസാലിയ ആക്ച്വലി ഒരു ഫ്ലവർ ആണ്, ഒരു ഫ്ലവറിൽ നിന്നാണ് നമ്മൾ ആ ഒരു പേരെടുത്തിരിക്കുന്നത്. ഓക്കെ. അസാലിയ വെഡിങ് ഗാലറി ബൈ ആരിന ജോമറ്റ്. ഗ്രേറ്റ്. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനി നമ്മുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അതിപ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അസാലിയ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കും. ഇനി ഒരു സംശയം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അത് ഇപ്പോൾ പെട്ടെന്ന് വന്ന സംശയം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സംഭവം ഒക്കെ കളർ തീം നമ്മുടെ കളർ തീമായിട്ട് മാച്ച് ആവുന്നില്ല. നമുക്ക് നമ്മുടെ കളർ തീം ചെയ്യണേ, കസ്റ്റമൈസ് ചെയ്യണേ എത്ര ദിവസം പിടിക്കും? നമുക്ക് 2 daysനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓർഡർ മുന്നേ തരണം, എന്നാലാണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു 1 hourനുള്ളിൽ ഒരു ബൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഗ്രേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അസാലിയ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.